ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പെടുന്ന വിവരം കിട്ടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അതുണ്ട്, അത് എൻ്റെ കാര്യമില്ല, വ്യക്തിപരമായ കാര്യമില്ല. അല്ല, അതിന് എനിക്ക് അത് പത്രക്കാരോട് പറയേണ്ട കാര്യമില്ല. സാധാരണക്കാരൻ പറഞ്ഞതിന്റെ പേരിൽ താങ്കൾ പരാതി കൊടുക്കില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിക്കാനാണ് പരിപാടിക്ക് മറുപടിയില്ല. ഞാനും ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ആളും ഇവിടെ ചെർപ്പളശ്ശേരിയിൽ അത്യാവശ്യം കഴിവും ഒക്കെ ഉള്ള ആൾ തന്നെ ഉള്ളൂ. അയാളെ പോയിട്ട് രണ്ട് കൊടുക്കാം, അയാളെ തിരിച്ച് അങ്ങോട്ട് പറയാം. അങ്ങനെ പല വഴികളുണ്ട്. അത് എൻ്റെ മാത്രമല്ല. അല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറഞ്ഞത് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന വ്യാപാര സമൂഹത്തെയാണ്. ഞാൻ എന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ നേരിടാൻ എനിക്ക് ചങ്കൂറ്റുണ്ട്, കഴിവുണ്ട്, എൻ്റെ സംഘടനയ്ക്ക് കഴിവുണ്ട്. അത് ആ രീതിയിൽ ചെയ്യും. അതും ഇത് നമ്മൾ കൂട്ടിക്കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് വാചകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് ചോദ്യം ചോദിക്കരുത്. വ്യാപാര വ്യവസായികൾ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അയർന്നു നിൽക്കുന്നില്ല. ഈ താങ്കൾ പൈസ വാങ്ങിയിട്ട് അവിടേക്ക് ഒരു ബസ് സ്റ്റാൻഡിനുള്ള അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രൊഫഷനൊക്കെ ഒരു രീതിയിൽ കേൾക്കുന്നില്ല. എന്താണ് അതിന്റെ ആരോപണത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പെടുന്ന വിവരം കിട്ടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അതുണ്ട്, അത് എൻ്റെ കാര്യമില്ല, വ്യക്തിപരമായ കാര്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണോ പരാതി? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കച്ചവടക്കാരൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ വന്നതല്ല. അല്ല, പോലീസ് സ്റ്റേഷനിലെ കാര്യമാണ്. പോലീസ് സ്റ്റേഷനിലെ കാര്യം എനിക്ക് എൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളുണ്ടാവില്ല. നിങ്ങളോട് പറയേണ്ട സമയം ഞാൻ പറഞ്ഞോളാം. വ്യാപാരി വ്യവസായി സമിതിയിൽപ്പെട്ട സുകുമാരനാണ് താങ്കൾക്കെതിരെ ഒരു ഓഡിയോ ക്ലിപ്പ് വാട്സപ്പിൽ ഒരു ഓഡിയോ പ്രചരിപ്പിച്ചത്. ആ പ്രചരണത്തിനെതിരെയാണ് താങ്കൾ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തെന്ന് പറയുന്നതായിരുന്നു. അല്ല, അതിന് എനിക്ക് അത് പത്രക്കാരോട് പറയേണ്ട കാര്യമില്ല. താങ്കളൊരു ഒരു പ്രമുഖനായിട്ടുള്ള ഈ ചെർപ്പളശ്ശേരിയിലെ ഒരു വ്യാപാരി വ്യവസായിയുടെ നേതാവാണ്. അപ്പൊ താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ താങ്കൾ അതിന് പ്രതികരിക്കണ്ടേ? ഞാൻ സഹോദര, എനിക്ക് പ്രതികരിക്കണമെങ്കിൽ ഇവിടെ വേറെ പല സംവിധാനങ്ങളുണ്ടല്ലോ. ഇതിന് ഓരോ ഘടകങ്ങളുണ്ട്. എന്നെ പറ്റി അങ്ങനെ ആരെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതിന്റെ റിസൾട്ട് വരട്ടെ. നിങ്ങളോട് പറയേണ്ട സമയം ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതെനിക്കറിയില്ല. ആരോപണം പറഞ്ഞാലേ അറിയുള്ളൂ. അത് ഞാൻ പിന്നെ കേരളത്തിലെ ചെർപ്പളശ്ശേരി നഗരസഭ താങ്കളെ കൂട്ടുപിടിച്ച് ബസ് സ്റ്റാൻഡ് അവിടെ തുറക്കാനുള്ള ഏർപ്പാട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ശരിക്കും? നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ നയം ഞാൻ പറഞ്ഞു. എൻ്റെ പേരിൽ അങ്ങനെ ചെർപ്പളശ്ശേരിയിൽ ഒരു വ്യക്തി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയില്ല. ഇപ്പൊ പറയേണ്ട സമയം ഞാൻ പറയാം. ഇപ്പൊ അത് ചെർപ്പളശ്ശേരി ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയേണ്ട സമയത്ത് പറയും. എന്നെ വ്യക്തിപരമായിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞതിന്റെ തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിലെനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. സാധാരണക്കാരൻ പറഞ്ഞതിന്റെ പേരിൽ താങ്കൾ പരാതി കൊടുക്കില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിക്കാനാണ് പരിപാടിക്ക് മറുപടിയില്ല. എനിക്ക് പറഞ്ഞത് നിങ്ങൾക്ക് കാര്യം അറിയാനാണെങ്കിൽ ഞാൻ പറയാം. അതിലെനിക്ക് ഇപ്പോൾ അതിന് പറയാൻ പരിമിതികളുണ്ട്. ഞാനത് നിയമപരമായിട്ട് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ അതിന് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണ് പരാതി പരിശോധിച്ച് അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ CI ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CIയുടെ അടുത്താണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. CI ഇപ്പോൾ ഇന്ന് സ്ഥലത്തില്ല. അദ്ദേഹം ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കൂടെ പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം എടുക്കുന്ന നിലപാടിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം. അത്രേ ഉള്ളൂ. സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം അറിയുന്നുള്ളൂ. അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നിയമപരമായിട്ട് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഈ അത്തരത്തിലുള്ള സംഭവം വെറുതെ ഒരു ആരോപണമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ പറയാം, ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെ പറ്റി ആർക്കും എന്തും പറയാം. എന്നെപ്പറ്റി ഇതിനു മുമ്പേ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആർക്കും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവ് കിട്ടിയപ്പോൾ അത് പരാതി കൊടുക്കലാണ് ശരി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പരാതി കൊടുത്തു. അത് ഞാൻ പറയാം. അത് നിങ്ങളോട് പറയേണ്ട സമയത്ത് ഞാൻ പറയാം. ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഞാനതൊരു മാന്യമായ ഒരു നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ കുറേ കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അവിവേകമോ അതിക്രമമോ ഉണ്ടായതായി നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഇത് പൊതുരംഗത്ത് നിന്നതുകൊണ്ടുള്ള ഒരു ആരോപണമാണ് എനിക്ക് വന്നത്. അത് വ്യക്തിപരമായി വന്നപ്പോൾ അതിൻ്റെ വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന് ചെയ്യേണ്ടത് നിയമപരമായിട്ട് അതിൻ്റെ എന്താ ചെയ്യേണ്ടതാണ് ചെയ്യുക. അല്ല, എനിക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഞാനും ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ആളും ഇവിടെ ചെർപ്പളശ്ശേരിയിൽ അത്യാവശ്യം കഴിവും ഒക്കെ ഉള്ള ആൾ തന്നെ ഉള്ളൂ. പക്ഷേ ഞാനത് ചെയ്യണത് നിയമപരമായിട്ട് എന്താ വെച്ചാൽ അത് ഞാൻ ആഗ്രഹിക്കണുള്ളൂ. അത് ഞാൻ അവിടെ പിന്നെ ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. താങ്കൾക്കെതിരെ ആരാണ് പരാതി കൊടുത്തത്? വ്യാപാരി സമിതി നേതാവാണ്. അല്ല, അതെനിക്ക് ഞാൻ പറയാം. അതിപ്പോൾ നിങ്ങൾ അറിയണ്ട. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അറിയണ്ട. ഞാനത് പരിഹരിക്കട്ടെ. ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ. അത് താങ്കളാണല്ലോ പരാതി കൊടുത്തത്. ഞാനാണ് പരാതി കൊടുത്തത്. അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും താങ്കൾക്ക് ആ പേര് പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? അത് പറയാലോ. ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇപ്പോൾ ഞാനത് ചെയ്യേണ്ട നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? തന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് പല രീതിയിലത് അതിനെ കൗണ്ടർ ചെയ്യാം. അയാളെ പോയിട്ട് രണ്ട് കൊടുക്കാം, അയാളെ തിരിച്ച് അങ്ങോട്ട് പറയാം. അങ്ങനെ പല വഴികളുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഞാനതൊരു സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി നിയമപരമായിട്ട് അതിനെ നേരിടലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പറഞ്ഞ
കാര്യങ്ങൾ വെച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ ബാക്കി പത്രം എന്താണെന്നുള്ളത് അന്വേഷിച്ച് എനിക്ക് തീരുമാനം തരുമല്ലോ. അവിടെ നിന്ന് നീതി കിട്ടുമോ നോക്കട്ടെ. അത് കിട്ടുമെങ്കിലും കിട്ടൂലെങ്കിലും ഞങ്ങളോട് പറയും. ഇപ്പം പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ പറയാം, അത് ഇപ്പൊ താങ്കളെ സമീപിച്ചുകൊണ്ടുള്ള അവിടെ ബസ് സ്റ്റാൻഡ് തുറന്നു എന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ ബിൽഡിംഗ് ആളുകൾ എന്നൊക്കെ പണം വാങ്ങി എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തെങ്കിലും രീതിയിൽ ഒരു കഴമ്പുണ്ടോ, അതോ താങ്കൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാം? ഞങ്ങള് ചെർപ്പശ്ശേരിയിലെ മുഴുവൻ കച്ചവടക്കാരനും പ്രയാസമില്ലാത്ത രീതിയിൽ ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത്തരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ വന്ന് സംസാരിക്കുന്നത് ഇത് നല്ല രീതിയിൽ ബസ്സുകാരുടെയും കച്ചവടക്കാരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും ചെർപ്പശ്ശേരി ടൗണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വന്ന മാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ മുഴുവൻ ബസ്സുകളും അങ്ങോട്ട് പോയപ്പോൾ ചെർപ്പശ്ശേരിയിൽ ടൗണിലുള്ള പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള കച്ചവടക്കാർക്ക് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സമവായത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി മുതൽ 30-ാം തീയതിയാണ് ഈ പുതിയ പരിഷ്കരണം വന്നത്. 31-ാം തീയതി മുതൽ തന്നെ ഞങ്ങൾ അധികൃതരോട് പറയുന്നുണ്ട്. അവർ എല്ലാവരുമായി ആലോചിച്ചിട്ട് ഈ നല്ല രീതിയിൽ എല്ലാവരോടും ആലോചിച്ച് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതിൽ ബസ്സുകാരുടെ താല്പര്യങ്ങൾ നോക്കണം, കച്ചവടക്കാരുടെ താല്പര്യങ്ങൾ നോക്കണം, പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാവരുടെയും കൂടി താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തണം എന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നിട്ടുള്ളത്. അത് അധികൃതർ ഞങ്ങളുമായി സഹകരിച്ച് ചെയ്യാമെന്നുള്ള ഉറപ്പും തന്നിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ താങ്കൾ തൃപ്തനാണ്? അത് എൻ്റെ മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറഞ്ഞത് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന വ്യാപാര സമൂഹത്തെയാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന വ്യാപാര സമൂഹം പുത്തനാലക്കാവ് മുതൽ മഞ്ചക്കല്ല് വരെയുണ്ട്. എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അതിൽ ഈ ടൗണിൽ ഒരു ട്രാഫിക് പരിഷ്കരണമോ ഒരു തീരുമാനമോ വരുമ്പോൾ അതിൽ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും പല താല്പര്യങ്ങളും ഉണ്ടാവും. ആ എല്ലാ താല്പര്യങ്ങളും എല്ലാ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ മറ്റ് ആളുകളുടെ പ്രയാസമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം. അത് കഴിയും, അത് സമവായത്തിലൂടെ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ പുതിയ പരിഷ്കാരത്തിൽ മുനിസിപ്പാലിറ്റിയുടെയും മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും ഇടയിലുള്ള ചെറുകിട ഇടത്തരം കച്ചവടക്കാരനും എല്ലാ കച്ചവടക്കാർക്കും വലിയ പ്രയാസമുണ്ട്. അവരുടെ കച്ചവടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ 31-ാം തീയതി മുതൽ ഞങ്ങൾ അധികൃതരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് ഞങ്ങളോട് ഈ നേരം വരെ എടുത്തിട്ടുള്ളത്. അത് ബസ്സുകാരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൗണുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്തേ ഇനി ഒരു മാറ്റം നടത്താൻ കഴിയുള്ളൂ. അതിന് സമയമെടുക്കും. അത് കൃത്യമായി നടത്താനും ചെയ്യാനും ഉള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളിപ്പോഴും അത് സംസാരിക്കാനാണ് വന്നത്. അതിന് അനുഭാവപൂർവ്വം മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ പരിഹാരം കാണാമെന്ന് അവർ ഞങ്ങളോട് വാക്ക് തന്നിട്ടുണ്ട്. അതിന് അനുസരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പൂർത്തിയാക്കട്ടെ. ഇതാണ് അതിൻ്റെ വസ്തുത എന്നുള്ളത്. എനിക്കെതിരെ ആരോപണം വരാൻ കാര്യമില്ല. കാരണം ഞാൻ ഇപ്പോഴും ഇവിടുത്തെ എല്ലാ കച്ചവടക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ എനിക്കെതിരെ താങ്കൾ പണം മേടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണം മേടിച്ച് അവിടെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദര, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തി, താങ്കൾ പരാതി കൊടുത്ത വ്യക്തി, എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ പേര് പറയാൻ എന്താണ് താങ്കൾക്ക് ബുദ്ധിമുട്ട്? ഞാൻ ഇപ്പൊ പറയില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ നിയമപരമായി കൊടുത്ത ഒരു കേസ് നിലനിൽക്കെ ഞാനതിലിപ്പോൾ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അത് ചെയ്യാൻ പാടില്ല. അതിന് തീരുമാനം വരട്ടെ, അപ്പോൾ പറയും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെയാണ്. ഇനി അദ്ദേഹം ഞാൻ പരാതി കൊടുത്ത അതോറിറ്റി അതിൽ തീരുമാനം പറയട്ടെ. താൻ ഇതൊക്കെ പറഞ്ഞല്ലോ, സാർ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അതെ, ഞാൻ ഇപ്പൊ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് കാരണം എന്താ വെച്ചാൽ ഇതാണല്ലോ. അപ്പോൾ എനിക്ക് ആരും പേടിയില്ലാട്ടല്ല, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാലോ. ആരും ഇവിടെ പേടിയില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പേടിയുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ നിയമപരമായിട്ട് ഒരു അതോറിറ്റിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അവർ അതിലൊരു തീരുമാനം പറയട്ടെ. അത് തീരുമാനം പറഞ്ഞതിന് ശേഷം ഞാൻ പറയേണ്ടത് പറയും. അപ്പോൾ നിങ്ങളെ വിളിച്ചു പറയും, അങ്ങോട്ട് വിളിച്ചു പറയും. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെർപ്പശ്ശേരിയിലുള്ള എല്ലാ കച്ചവടക്കാരനും ബസ്സുകാർക്കും ഓട്ടോറിക്ഷക്കാർക്കും എല്ലാവർക്കും ഉപജീവനം നടത്തണം. ഇപ്പോൾ ഉണ്ടാക്കിയ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഈ ട്രാഫിക് ബസ് സ്റ്റാൻഡ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് നടത്തി. മുനിസിപ്പാലിറ്റി പല പരീക്ഷണങ്ങളും നടത്തി. അതൊക്കെ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അത് മാറ്റാം. ഇപ്പോൾ നടത്തിയതും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 30-ാം തീയതി മുതൽ വന്ന പരിഷ്കരണത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള, അതായത് കൃത്യമായി പറഞ്ഞ മുനിസിപ്പാലിറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും നമ്മുടെ മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും ഇടയിലുള്ള
കച്ചവടക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അധികൃതരുമായി 31-ാം തീയതി മുതൽ ഞാൻ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാ ആളുകളുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും സംസാരിക്കുന്നുണ്ട്. അവരത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് 15 ദിവസമായി, ഇപ്പോൾ ഇന്ന് 12-ാം തീയതി, 15 ദിവസത്തോളമായി. ഇത് അനന്തമായി നീളുമ്പോൾ കച്ചവടക്കാരൻ്റെ പ്രയാസം, അവന് വാടക കൊടുക്കാനും അടവ് കൊടുക്കാനും എല്ലാ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ എന്താണ് മാർഗമെന്ന് സമവായത്തിലൂടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഉള്ള ഒരു പരിഹാരം ആണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അധികൃതർ വളരെ സമചിത്തതയോടുകൂടി ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കട്ടെ, ഇതിൽ ഈ ട്രാഫിക് പരിഷ്കരണം മൂലം 2 വ്യാപാരി സംഘടനകൾ തമ്മിലാണ് ഇപ്പോൾ കൊമ്പ് കോർക്കുന്നത്. അതൊന്നും എനിക്ക് കൊമ്പ് കോർക്കലൊന്നും ഞാനവിടെ കാണുന്നില്ല. ഞാൻ എന്നെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ നേരിടാൻ എനിക്ക് ചങ്കൂറ്റുണ്ട്, കഴിവുണ്ട്, എൻ്റെ സംഘടനയ്ക്ക് കഴിവുണ്ട്. അത് ആ രീതിയിൽ ചെയ്യും. അതും ഇത് നമ്മൾ കൂട്ടിക്കാക്കേണ്ട ആവശ്യമില്ല. അത് അല്ലല്ല, ഞാൻ പറഞ്ഞു എൻ്റെ സംഘടനയ്ക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് വാചകങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തറിഞ്ഞോട് ചോദ്യം ചോദിക്കരുത്. എൻ്റെ സംഘടനാപരമായിട്ട് പറയുന്നതിന് എനിക്ക് വ്യക്തിപരമായും സംഘടനയ്ക്കും കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. ഞാൻ ആരോടും ഇങ്ങനെ വെല്ലുവിളിച്ച് പറയാറില്ല. ഞാൻ ഇത്ര കാലമായിട്ടും എവിടെയും ഇത് പറഞ്ഞിട്ടുമില്ല. ഇത്തരം സംസാരങ്ങളും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ ആളുടെ പേരോ എന്തുണ്ടായതോ നിങ്ങളോട് പറയാത്തത് ഞാനതിൽ മാന്യത പുലർത്തുന്നു. കാരണം ഞാനൊരു നിയമപരമായ ഒരു കാര്യം, ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ റിസൾട്ട് കിട്ടാതെ ഞാൻ അപ്പുറം നടപടിയിലേക്കോ പരസ്യമായിട്ട് പറയണോ തയ്യാറല്ലാന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ ആരും പേടിച്ചിട്ട് പറയാതിരിക്കല്ല. അത് മനസ്സിലാക്കിയാൽ ഇത്രയുള്ളൂ, എനിക്ക് ഇത്രയുള്ളൂ. പറഞ്ഞു പറയാം. ചെറുപ്പുളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. നാക് അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പുളശ്ശേരി, പാലക്കാട്.